ഹലോ ഹായ് ഗുഡ് മോർണിംഗ് നമസ്തേ എല്ലാവർക്കും നമ്മുടെ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇതേ കണ്ടോ, കണ്ണിൻ്റെ താഴെയൊക്കെ മൊത്തം കരിയാണ്. അത് തലേ ദിവസം എഴുതിയ കരിയുടെ ബാക്കിയാണ് കേട്ടോ, അത് പോയില്ല. അപ്പോൾ യൂഷ്വലി ഞാൻ കോളേജിൽ നിന്നൊക്കെ വരുമ്പോൾ തന്നെ എൻ്റെ കരിയുടെ കാര്യത്തിലൊരു തീരുമാനമാവും. ഞാൻ കണ്ണൊക്കെ തിരികി രാവിലെ പോകുന്ന ഇതല്ല, തിരിച്ച് എന്താ ഗംഗയായിട്ട് പോയി കഴിഞ്ഞാൽ നാഗവല്ലിയായിട്ടായിരിക്കും ഞാൻ തിരിച്ച് വരുന്നത് എപ്പോഴും. അപ്പം അതിൻ്റെ ബാക്കിയുള്ള കരിയാണ്. അപ്പോൾ യൂഷ്വലി എണ്ണയൊക്കെ വെച്ച് ഞാൻ കണ്ണൊക്കെ തിരുകാറുണ്ട്. പക്ഷേ ചിലപ്പം അങ്ങനെ എണ്ണ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ കണ്ണിൽ എണ്ണ പോയിട്ടാണോ അത് ഭയങ്കര ചൊറിച്ചിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വെറ്റ് വൈപ്സ് ഒക്കെ വെച്ചിട്ടാണ് കണ്ണിലെ ഈ ബാക്കിയുള്ള കരിയൊക്കെ കളയുന്നത്. പക്ഷേ വെറ്റ് വൈപ്സ് തീർന്ന് പോയി, ഞാൻ മേടിക്കാനും മറന്നുപോയി. അതുകൊണ്ട് പിന്നെ പറ്റിയില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ എന്താണെങ്കിലും പിറ്റേ ദിവസം ഇന്ന് പോകുന്നതിന് മുന്നേ കുറച്ച് എണ്ണയൊക്കെ തേച്ച് അതൊക്കെ കളഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ കിടന്നു. അതാണ് ഈ കരി ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ രാവിലെ നമ്മുടെ പണിയിലേക്ക് കിടക്കാം. പാവയ്ക്ക കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ പാവയ്ക്കയാണ് കേട്ടോ ഇത്. ഒരു പാവയ്ക്ക നല്ല നാടൻ പാവയ്ക്കയാണ്. അപ്പം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു മെഴുക്ക് വരട്ടിക്ക്. പിന്നെ അതേപോലെ തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിയമോൾക്കാണ് കേട്ടോ. അപ്പോൾ അതിൽ വേറെ ഒന്നുമില്ല, കുറച്ച് ഉപ്പ് വട്ടത്തിലരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് തിരുകി, മഞ്ഞൾപ്പൊടി ഒന്നുമില്ല കേട്ടോ, വെറുതെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് തിരുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതിപ്പം തിരികെയല്ല, തിരുമ്മി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് ഇപ്പോഴേ ഉണ്ടാക്കി വെക്കുന്നില്ല. കാരണം ഇത്രയും വെളുപ്പിനൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് തണുത്ത് ആ ക്രിസ്പിനെസ് ഒക്കെ പോകും. അപ്പോൾ ആ പോകുന്ന സമയത്ത് അതായത് മോളുടെ സ്കൂളിലേക്ക് വിടുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് സെന്തിലേട്ടൻ അത് ഫ്രൈ ചെയ്ത് മോൾക്ക് ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ഞാൻ തിരുമ്മി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഫ്രൈ ചെയ്താൽ മതിയല്ലോ അങ്ങനെ. അപ്പം പാവയ്ക്ക ഫ്രൈ അല്ലെങ്കിൽ പാവയ്ക്ക കൊണ്ടാട്ടമൊക്കെ ഭയങ്കര ടേസ്റ്റാണല്ലോ. അപ്പം നമ്മൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചെയ്ത് വെച്ചതാണ്. അങ്ങനെ ഇതേ കണ്ടോ, നമ്മുടെ അരിയൊക്കെ തിളച്ചു. അപ്പോൾ ഇത് ഇത്രയും ചോറ് ഇത്രയും തിളച്ചാൽ മതി. ഒരു ജസ്റ്റ് തിള വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അത് വാർത്തിടാം. കാരണം തലേന്ന് നമ്മളൊന്ന് തിളപ്പിച്ചിട്ടാണല്ലോ ഈ തമ്മ കുക്കറിൽ വെക്കുന്നത്. അപ്പം നമുക്ക് രാവിലെ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് തിളച്ചാൽ അപ്പോഴേ നമുക്ക് വാർത്തിടാൻ പറ്റും. ചോറ് നല്ല മണിയുള്ള ചോറ് റെഡിയാണ്. അപ്പോൾ അതേ അപ്പുറത്ത് പാവയ്ക്ക മെഴുക്ക് വരട്ടിക്കുള്ള കാര്യങ്ങൾ തോരൻ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാനുള്ള കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പം വോയിസിൽ ചിലപ്പോൾ ഡിസ്റ്റർബൻസ് വരുന്നത് നമ്മുടെ ഇവിടെ ഈ റോഡ് സൈഡാണ്. അപ്പോൾ ഭയങ്കര വണ്ടികൾ പോകുന്നതിൻ്റെ ഒച്ചയാണ് കേട്ടോ. അപ്പം അതൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണേ. അപ്പം ഇതേണ്ടേ പാവയ്ക്കയ്ക്ക് ഞാൻ കുറച്ച് സവോള, പിന്നെ കറിവേപ്പില, ഉപ്പ്, പിന്നെ നമ്മുടെ പച്ചമുളക്, പാവയ്ക്ക ആൻഡ് കുറച്ച് തേങ്ങ, ഒരു ഒന്നോ അല്ലെങ്കിൽ 1.5 സ്പൂൺ തേങ്ങ അവസാനം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ ഇടുന്നതും കുറച്ച് സവാളയൊക്കെ ഇടുന്നത് ഇതിൻ്റെ ഈ കയ്പ്പൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എന്നാലും കുറച്ച് കയ്പ്പുണ്ടാവുമല്ലോ, പാവയ്ക്കൊക്കെ എന്തായാലും കയ്പ്പുണ്ടാവാത്ത എന്ത് പാവയ്ക്ക. അപ്പം ചിലപ്പോൾ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളത് ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ടൊക്കെ എടുക്കുമായിരുന്നു. പക്ഷേ അതിപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്നല്ല, എൻ്റെ ഒരു ഗുണം മൊത്തം പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെ ഇപ്പോൾ ചെയ്യാറില്ല. ഇങ്ങനെ തന്നെ അങ്ങ് ഒരുമിച്ചങ്ങ് വെക്കുകയേ ചെയ്യുള്ളൂ. വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ നമ്മുടെ ഈ അരപ്പ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്, പടവലങ്ങ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം പരിപ്പ് ഞാൻ വേവിക്കാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് അവിടെ വേവട്ടെ, ഒരു വിസിൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതൊന്ന് വിസിൽ പോയതിന് ശേഷം ഞാൻ പടവലങ്ങ കൂടി ഇട്ട് ഒരൊറ്റ വിസിലും കൂടി, അപ്പോഴേക്കും സെറ്റാണ്. ആ പടവലങ്ങ ഇടുന്നതിൻ്റെ കൂടെ നമുക്ക് ഈ അരപ്പും കൂടി ഇടാം. അരപ്പിൽ ചേർത്തിരിക്കുന്നത് തേങ്ങ, പിന്നെ ജീരകം, ചെറിയ ജീരകമില്ലേ, ചെറിയ ജീരകം, വെളുത്തുള്ളി, പിന്നെ അത്രയേ ഉള്ളൂ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ തോരനൊക്കെയുള്ള അരപ്പ് തന്നെ, പക്ഷെ നല്ല മഷി പോലെ അരയണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതേ വിസിൽ പോയപ്പോഴത്തേക്കും, പരിപ്പിൻ്റെ വിസിൽ പോയപ്പോഴത്തേക്കും ഞാൻ തലേന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ള പടവലങ്ങയും പിന്നെ ഈ കൂട്ടും നമ്മൾ അരച്ച് വെച്ച കൂട്ടും കൂടി ഇട്ടിട്ട് ഒരു വിസിലും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പടവലങ്ങ പരിപ്പ് കറി റെഡി. പിന്നെ നമുക്ക് താളിച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റി പാലക്കാടൻ പടവലങ്ങ പരിപ്പ് കറി റെഡി. ചേട്ടന് ഇഷ്ടമാണ്. പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിൽ മുളക് പൊടിയും വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് എരിവ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പച്ചമുളകിലാണ്. അപ്പോൾ എത്ര ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ പച്ചമുളക് ചേർക്കാം. ഞാൻ 2 എണ്ണമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു ചട്ടിയിൽ വെക്കുന്നത് രസമാണ്. കാരണം പിയ പടവലങ്ങ പരിപ്പ് കറിയൊന്നും കൊണ്ടുപോകില്ല. പരിപ്പ് എന്ന് പറയുമ്പോൾ ഹെയ് എന്ന് പറയുന്ന കുട്ടിയാണ്. പിന്നെ നമ്മളിവിടെ വെച്ച് വാരി കൊടുക്കുകയാണെങ്കിൽ ഞാൻ എന്ത് കൊടുത്താലും അങ്ങകത്ത് വിട്ട് ചെന്നോളും. കാരണം ശ്രദ്ധിക്കില്ലല്ലോ എന്താണ് കൊടുക്കുന്നതെന്ന്. പക്ഷേ അവിടെ ആകുമ്പോഴത്തേക്കും ഓരോന്നൊക്കെ തുറന്ന് നോക്കി ഐഡൻറ്റിഫൈ ചെയ്തൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ പരിപ്പൊന്നും കഴിക്കില്ല. കുഞ്ഞുങ്ങൾ കഴിക്കേണ്ടതാണെങ്കിലും അവൾ തിരിച്ച് അതേപോലെ കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് രസം വെക്കുകയാണ്. അപ്പോൾ രസക്കൂട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പെട്ടെന്നൊരു ഈസി രസം കൂടി ആക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഏറെ ഞാൻ വെക്കുന്നുണ്ട്. പിറ്റേ ദിവസത്തേക്കും കൂടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചു കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇന്ന് ഇത്രയും കുക്കിങ്ങേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും വെക്കുന്നില്ല. പിന്നെ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു മുട്ടയും കൂടി പൊരിക്കുന്നുണ്ട്. പിന്നെ ചേട്ടന് ആ സമയത്ത് ഇഷ്ടമുണ്ടെങ്കിൽ ചിലപ്പോഴേ ചെയ്യുള്ളൂ, ചേട്ടന് ഇതൊക്കെ തന്നെ കഴിക്കുള്ളൂ, പിന്നെ എക്സ്ട്രാ ഒന്നും ചെയ്യാറൊന്നുമില്ല. പിന്നെ മീൻകറിയും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, അത് വേണമെങ്കിൽ അതെടുത്ത് കഴിക്കും. അങ്ങനെ
പിയയ്ക്കാണെങ്കിൽ ഈ ഫ്രൈയും രസവും പിന്നെ കുറച്ച് അച്ചാറും ആകുമ്പോഴത്തേക്കും അവളും കഴിച്ചോളും. അപ്പോൾ എന്താണെങ്കിലും ഇന്നിപ്പോൾ വൈകുന്നേരം വന്ന് ടിഫിൻ ബോക്സ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഫുള്ളി കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊരു കിതാർത്ഥതയായിരുന്നു എനിക്ക്. അപ്പം ഇതുണ്ട് രസത്തിന് വേണ്ടിയിട്ടുള്ള തക്കാളിയൊക്കെയാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അങ്ങ് വഴണ്ട് കിട്ടിക്കോളും, ചെറുതായിട്ട് നമ്മൾ അരയ്ക്കുകയാണെങ്കിൽ കേട്ടോ, ഐ മീൻ അരിഞ്ഞിടുകയാണെങ്കിൽ. അങ്ങനെ പിന്നെ ദോശയാണ് കൊണ്ടുപോകുന്നത്. ദോശയല്ലല്ലോ, പുട്ടാണ്. അപ്പം ഞാൻ ഇന്ന് എന്താ വെച്ചാൽ പുട്ടിന് നനച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പുട്ടും പഴമോ അല്ലെങ്കിൽ പഞ്ചസാര എന്തെങ്കിലും ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അല്ലാണ്ട് പുട്ട് കടലക്കറി ഇരിപ്പുണ്ട്, തലേന്ന് വെച്ച കടലക്കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അത് ഫ്രിഡ്ജിലുണ്ട്. അപ്പം അത് പിയ കഴിച്ചോളും. അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ജോലികളൊക്കെ കഴിഞ്ഞു. അപ്പം ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ 1 മണിക്കൂറിൽ നമ്മുടെ പണികൾ എങ്ങനെയാണ് കഴിയുന്നത് എന്നുള്ളത്, അതിനെന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കമൻസിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ പറയുകയാണ്, നമുക്ക് ഈ പണി ചെയ്യുന്നത് അല്ലെങ്കിൽ കുക്കിങ്ങിനെ കാട്ടിലും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം പ്രിപ്പറേഷൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ കുക്കറി ഷോസിലൊക്കെ കണ്ടിട്ടില്ലേ, എല്ലാം ഇങ്ങനെ അടുക്കി പെറുക്കി അരിഞ്ഞ് ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്യുന്നതിന് വലിയ താമസം എടുക്കില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് ആണ് അടുത്ത പ്രശ്നം. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തലേ ദിവസം തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കും. അത് എത്ര ക്ഷീണമായിട്ട് ഞാൻ വന്നാലും ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടേ കിടക്കുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ മുന്നേ എണീക്കൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് 3:30 എന്നുള്ള സമയത്ത് എണീറ്റ് കഴിഞ്ഞാൽ 4:30 ഞാൻ കിച്ചണിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ എനിക്ക് പ്രിപ്പയർഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് ഈ 1 മണിക്കൂറിൽ തീർത്തിട്ട് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ശ്രദ്ധിക്കേണ്ട, കാരണം ഏട്ടൻ അത് കഴിഞ്ഞിട്ട് ഈ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് എന്നെ സഹായിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു പ്രശ്നമില്ല. പക്ഷേ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഞാൻ എന്താണ് വെക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊരു പ്ലാൻ, തലേ ദിവസം ആ ഒരാഴ്ചത്തെ പ്ലാൻ നമ്മൾ കണ്ടല്ലോ. ഫുഡ് പ്ലാനർ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കയറി കാണണം കേട്ടോ, നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ആ പ്ലാനർ അനുസരിച്ചിട്ടുള്ള സെറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങളെല്ലാം തലേന്നെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കും. അല്ലെങ്കിൽ വൈകുന്നേരം വന്നതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് അല്ലെങ്കിൽ ഈ ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര സിമ്പിളായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി ടാറ്റ ബൈ ബൈ സി യു ഒക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പം ഏട്ടൻ ഇനി എന്നെ കൊണ്ടാക്കി തിരിച്ച് വന്നിട്ടുള്ള ഏട്ടൻ്റെ കലാപരിപാടികളാണ് നാം ഈ കാണാൻ പോകുന്നത്. അപ്പോൾ കിച്ചണിൽ ഇനിയിപ്പോൾ ബാക്കി കുറച്ച് പാത്രങ്ങൾ ക്ലീനിങ്ങിനുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ചേട്ടൻ മോള് എണീക്കുന്നതിന് മുന്നേ അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കും. കാരണം പിന്നെ അതിങ്ങനെ കിച്ചണിങ്ങനെ അലങ്കോലമായി കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് പിന്നെ പാത്രങ്ങൾ കൂടി വരുമ്പോഴത്തേക്കും ദേഷ്യമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം അപ്പം തന്നെ കഴുകി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പിയയ്ക്കുള്ള പുട്ടിൻ്റെ കാര്യം, അതും ഈ ചൂട് അവൾക്ക് നിർബന്ധമാണ്. അങ്ങനെ നിർബന്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാശി പിടിക്കുകയൊന്നുമില്ല കേട്ടോ. പക്ഷേ ചൂടോടുകൂടി കഴിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം. അപ്പോൾ തണുത്തിട്ടുള്ളൊരു ഫുഡ് കൊടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ആസ്വദിച്ച് ടേസ്റ്റോട് കൂടി കുറച്ചുകൂടെ കഴിക്കും. ഒരു 2 വായെങ്കിലും കൂടുതൽ ചൂടോട് കൂടി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റുമ്പോൾ ഈ ദോശ ഉണ്ടാക്കി കൊടുക്കുന്നതും പുട്ടുണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ചൂടായിട്ട് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഉച്ചയ്ക്കുള്ള ചോറൊക്കെ എന്താണെങ്കിലും നമ്മൾ രാവിലെ ആക്കി വെക്കുമ്പോഴത്തേക്കും ഉച്ചയാകുമ്പോഴത്തേക്കും എല്ലാം തണുത്ത് തന്നെ ഇരിക്കും. പക്ഷേ അതൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ വീട്ടിലുള്ള സമയത്താണെങ്കിലും നമ്മൾ കൊടുക്കുന്ന സമയത്തൊക്കെ ചൂടോട് കിട്ടിയാൽ ഭയങ്കര ഹാപ്പിയാണ്. അതെൻ്റെ അച്ഛൻ്റെ സ്വഭാവമാണെന്ന് തോന്നുന്നു. അച്ഛനും അങ്ങനെയാണ്, എല്ലാം ചൂടോടുകൂടി കൊടുക്കണം എന്നുണ്ട്. പക്ഷേ ഏട്ടനാണെങ്കിലും അങ്ങനെയൊന്നുമില്ല. നമ്മൾ പാവങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചോളും. പക്ഷേ മോൾക്ക് ആ ഒരു എന്താ പറയുക, അച്ഛൻ്റെ സ്വഭാവം കിട്ടിയതിട്ടാണ്ടായിരിക്കും. അച്ഛനാണെങ്കിൽ വെള്ളം പോലും ചൂട് വെള്ളമായിരിക്കും വേണ്ട. അല്ലാണ്ട് വെള്ളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചൂടാക്കി കൊടുക്കണം വെള്ളം. വെറുതെ വെള്ളം കൊടുക്കുന്നത് അച്ഛന് പറ്റില്ല. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം ഞാൻ അമ്മയുടെ എപ്പോഴും പറയും അമ്മയാണ് അച്ഛനെ വശലാക്കിയതെന്നൊക്കെ ഞാൻ പറഞ്ഞ് കളിയാക്കാറുമുണ്ട്. അപ്പം മോൾക്കാണെങ്കിലും ഈ നിർബന്ധമില്ല, ഞാൻ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു സർക്കംസ്റ്റാൻസസിൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ ചൂട് കിട്ടിയില്ലെങ്കിൽ അവിടെ കഴിച്ചോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ആരും ഡിസ്റ്റർബ് ചെയ്ത് അവരെ ബുദ്ധിമുട്ടിക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ഏട്ടൻ മോൾ എണീക്കുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മോളെ വിളിച്ചതിന് ശേഷം പിന്നെ പെട്ടെന്ന് ഹറിബറി ആവണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുന്നേ കാര്യങ്ങളൊക്കെ ചെയ്യും. പാവയ്ക്ക് അതേ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുകയാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. അതിനുശേഷമാണ് മോളെ വിളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേയുടെ സെലിബ്രേഷനാണ് മോളുടെ സ്കൂളിൽ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തലേന്നാണെങ്കിൽ എനിക്ക് കോളേജിൽ പോകണ്ടായിരുന്നു. ഞാൻ ലീവായിരുന്നു. എനിക്ക് ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ട് പോകണമായിരുന്നു, എൻ്റെ റിസർച്ച് റിലേറ്റഡ്. അപ്പോൾ തൃപ്പൂണിത്തുറ കോളേജിലാണ് ഞാൻ പോയത്. അപ്പോൾ തൃപ്പൂണിത്തുറ കോളേജിൽ പോയിട്ട് കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ വീട് എത്തുമല്ലോ എന്നുള്ള സന്തോഷത്തിൽ നിന്നപ്പോഴത്തേക്കാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് നേരത്തെ എത്താൻ പോകുന്നില്ല. കാരണം ഗ്രൂപ്പിൽ മോളുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ വന്നിട്ട് ഇതെല്ലാം മേടിക്കണം. കാരണം മോൾ പാട്രിയോട്ടിക് സോങ്ങിനുണ്ട്. അപ്പോൾ അതിന് അവർക്കൊരു ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക കുറേ സാധനങ്ങളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്
ഇനിയിപ്പോൾ അവൾ അത് റെഡിയാക്കണം, അല്ലാണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം പിന്നെ ഞാനും ഏട്ടനും മോളും കൂടെ പോയി അവിടെ എല്ലാം കറങ്ങി നടന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വീടെത്തിയപ്പോഴത്തേക്കും 7 മണിയായി. അപ്പോൾ ഇതായിരുന്നു ഡ്രസ്സ് കേട്ടോ. അപ്പം മോളെ എണീപ്പിച്ച് റെഡിയാക്കി സെറ്റാക്കിയിട്ട് ഇതെൻ്റെ ഡ്രസ്സൊക്കെ ചെയ്യിക്കുകയാണ്. അപ്പോൾ വെള്ള കുർത്തിയും പാൻസും, പിന്നെ ട്രൈ കളർ ഷോള്, പിന്നെ ബാഡ്ജ്, പിന്നെ കയ്യിൽ 2 ബാൻഡ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇപ്പോൾ എന്തൊക്കെ സാധനങ്ങളല്ലേ കടകളിൽ ചെല്ലുമ്പോൾ കിട്ടുന്നത്. അതെല്ലാം കിട്ടി എന്നുള്ളതാണ് എനിക്ക് അത്ഭുതം. കാരണം പണ്ടൊക്കെ നമ്മുടെയൊക്കെ സമയത്താണെങ്കിൽ ഒരു ഡ്രസ്സ് കിട്ടണമെങ്കിൽ തന്നെ ഇങ്ങനത്തെ ഷോളൊന്നും കിട്ടില്ലല്ലോ. നമ്മൾ വല്ല ഒന്നില വൈറ്റ് അല്ലെങ്കിൽ ഒരു ഓറഞ്ചോ സാഫ്രിൻ കളറോ അല്ലെങ്കിൽ ഗ്രീൻ, ഏതെങ്കിലും ഒരു കളറ് മാറിയും തിരിഞ്ഞു വെക്കുക. ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ ഒരാൾ റെഡ്, ഒരാൾ ഓറഞ്ച്, ഒരാൾ ഗ്രീൻ, ഒരാൾ വൈറ്റ്, അങ്ങനെയൊക്കെ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്തിട്ടാണല്ലോ നിൽക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല, അതെ ഒരു ഷോളിൽ തന്നെ എല്ലാ കളറും എന്തൊക്കെയല്ലേ. കയ്യിൽ തന്നെ കണ്ടോ ബാൻഡ്. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പം ഓരോ കളർ ബാൻഡ് മേടിക്കും. ഈ സാഫ്രിനും വൈറ്റും ഗ്രീനും എല്ലാം കൂടെ ഓരോ കളർ മേടിച്ചിട്ട് എല്ലാം കൂടെ കയ്യിൽ ഇങ്ങനെ ഇടുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒറ്റ ബാൻഡിൽ തന്നെ എല്ലാ കളേഴ്സും ഉണ്ട്. അങ്ങനെ കംപ്ലീറ്റ്ലി സെറ്റാണ്. അപ്പം ഫ്ലാഗും ഒക്കെ ഉണ്ട് ആയിട്ട് പോവുകയാണ്. ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇന്ന് പാട്രിയോട്ടിക് സോങ് പാടണമല്ലോ. അപ്പോൾ നല്ല ദേശസ്നേഹമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരുടെ സ്കൂളിൻ്റെ ആണെന്ന്. അവർ അങ്ങനെയൊക്കെ പറഞ്ഞ് തന്നെയാണ് അവരെ വളർത്തുന്നത്. നമ്മുടെ കൺട്രി, നമ്മുടെ ഇന്ത്യ, നമ്മുടെ കേരളം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര എന്ത് കാര്യങ്ങളൊക്കെ അറിയാനും ഭയങ്കര ഒരു ദേശസ്നേഹമുള്ള കുഞ്ഞാണ് കേട്ടോ എൻ്റെത്. അങ്ങനെ അവളെല്ലാം കാര്യങ്ങളും റെഡിയായി സെറ്റ് ചെയ്ത് സെൻറ്ററായിട്ട് വിടുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ കൊണ്ടുവിട്ടു. കാരണം വാനിൽ പോവുകയാണെങ്കിൽ ഡ്രസ്സൊക്കെ ചുളുങ്ങി അഴുക്കായാലോ എന്ന് വിചാരിച്ചിട്ട്. ഈ പോകുന്ന കോലം ഒന്നുമല്ല കേട്ടോ തിരിച്ച് വരുന്നത്. അപ്പം ഞാൻ എന്നോട് പറഞ്ഞതിന് മുന്നേ ഒരു ഫോട്ടോ എടുത്ത് വെച്ചോ, തിരിച്ച് വന്നിട്ട് എടുക്കലും നടക്കില്ല. കാരണം വിയർത്ത് ഇതിലൊക്കെ ചെളിയാക്കി ഒരു അംഗം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ വരുന്നത്. അങ്ങനെ അപ്പം അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷസ്. സമാധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കൂ. ഹാപ്പി ആൻഡ് പോസിറ്റീവായിട്ടിരിക്കൂ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് എൻഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ബൈ.